ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കപ്പിയൊന്നും കാച്ചാതെ എങ്ങനെ എത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പാലപ്പം തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം. ഒപ്പം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു ഒരു കിഴങ്ങ് ക്യാരറ്റ് കറിയാണ്. അപ്പം ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ആകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്ലാസ് അളവോ എന്താണെങ്കിലും എടുക്കാം. അപ്പോൾ എല്ലാ അളവും ഒരേപോലെ എടുക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഇതാണെങ്കിലും എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ കഴുകിയ അരിക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഈ അരിക്ക് മുകളിൽ വെള്ളം നിൽക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുതിരാനായിട്ട് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3/4 ഭാഗത്തോളം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ജാറായതുകൊണ്ടേ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ അളവ് പാത്രമായിട്ട് എടുക്കുന്നത് അതിന് അതേ അളവ് പാത്രത്തിൽ 1 കപ്പ് ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരകിയത് അത് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേ അളവിൽ തന്നെ. അപ്പം നമ്മളിപ്പോൾ ഒരു മൊത്തം ഞാനൊരു 4 കപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് അരി അളന്ന ആ പാത്രത്തിൽ സെയിം അളവിൽ ഒരു പാത്രം വെള്ളം എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പത്തിനാകുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ലേശം കട്ടിയിലാണേ. ഞാൻ ഈ അപ്പം അരച്ചെടുക്കാനായിട്ടുണ്ടല്ലോ ടോട്ടലായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ ആ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ അത്ര തന്നെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ അപ്പത്തിൻ്റെ മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പം നന്നായിട്ട് സോഫ്റ്റിനും നല്ലൊരു ടേസ്റ്റിനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അളവെടുക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണേ. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം അളവ് കൃത്യമായിട്ട് എടുക്കണം. എന്നാലാണ് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 7-8 മണിക്കൂർ ഇതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. പിറ്റേ ദിവസം തലേദിവസം അരച്ച് വെച്ചതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പാണ് ഉപ്പ് ചേർക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു അപ്പച്ചട്ടി ഒന്ന് അടുപ്പിൽ വെക്കാം. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, അപ്പച്ചട്ടി കണ്ടമാനം ഒരുപാട് ചൂടാകാനും പാടില്ല, ചൂട് കൂടാനും പാടില്ല, തീരെ അങ്ങ് ഫ്ലെയിം കുറച്ച് വെക്കാനും പാടില്ല. ഒരു മീഡിയത്തിലായിരിക്കണം ഈ അപ്പം ചുട്ട് തീരുന്നിടം വരെ നമ്മുടെ ഫ്ലെയിം ഉണ്ടായിരിക്കേണ്ടത്. ഒരു മീഡിയം ചൂടിലായിരിക്കണം. അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് ഈ അപ്പം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ, അപ്പം റെഡിയായി കിട്ടും. നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നടുക്ക് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ കൈവച്ചെടുക്കണമെന്നില്ല, ഒരു തവിയോ മീൻസ് ചട്ടകം വെച്ചിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കിഴങ്ങ് ക്യാരറ്റ് കറിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ കറിക്കുള്ളതാണേ. ഞാനൊരു 2 കിഴങ്ങും ഒരു ക്യാരറ്റും എടുത്തേക്കുന്നത്. അത്യാവശ്യം ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സൈസൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പ്രത്യേകിച്ചൊരു അളവിൻ്റെ ഒന്നും കാര്യമില്ല. അപ്പം ഞാൻ ഇതുപോലെ ഇച്ചിരി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അധികം വലിപ്പം ഇല്ലാണ്ട് ഇത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കറിക്ക്. അപ്പം ഞാൻ ഇതെല്ലാം ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യമെങ്കിൽ 1-2 പച്ചമുളകും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫാണ്. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ, ടീസ്പൂണോളമാണേ. എന്നിട്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേകാനായിട്ടുള്ള ആവശ്യമുള്ള. അതായത് ഈ കഷ്ണങ്ങളുടെയൊക്കെ മേളിൽ വെള്ളം നിൽക്കുന്ന പോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു കപ്പിൽ ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. കിഴങ്ങും ക്യാരറ്റും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇതിപ്പോൾ എനിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്തിരിക്കുന്നത്, ഞാൻ കുറച്ച് ഒരു 1/2 കപ്പോളം തേങ്ങ ആണ്. ഇത് വെറുതെ തേങ്ങയ്ക്കകത്തൊന്നും ചേർത്തിട്ടില്ല. ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇത് ഈ കിഴങ്ങ് വെന്ത് കിടക്കുന്ന കിഴങ്ങ് ക്യാരറ്റിൻ്റെ ഈ മിക്സിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി കൂടുതൽ തിളപ്പിക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് കടുക് താളിക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കടുകും, ആവശ്യമെങ്കിൽ ഒരു ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ കടുകും പിന്നെ വറ്റൽമുളകും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിപ്പോൾ ഞാൻ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഫ്ലെയിം നല്ല ഇത് നല്ല ചട്ടി നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയല്ലേ. പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഓഫ് ചെയ്തിട്ടാണ്. ഒരു ടീസ്പൂണോളം നമ്മുടെ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, ഈ ഇറച്ചിക്കൊക്കെ ബീഫിനൊക്കെ ചേർക്കുന്ന മീറ്റ് മസാല, അപ്പം അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ ചട്ടിയുടെ ചൂട് തന്നെ അതൊന്ന് സെറ്റ് ആയിക്കോളും കേട്ടോ. അതിൻ്റെ കളറൊന്നും മാറിക്കോളും. ഇത് നമ്മുടെ ഈ കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ്.